അപ്പോൾ അങ്ങനെ 12ഓളം ആളുകളെ ചന്ദ്രനിൽ എത്തിച്ചിട്ടും സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ട് പിന്നെ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാതെ പേടകങ്ങൾ മാത്രം അയച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു സംശയമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയെന്ന് ഉള്ള അവകാശവാദം വ്യാജമാണോ? ഇതിനുള്ള ഉത്തരം ചെന്നെത്തുന്നത് രാഷ്ട്രീയത്തിലേക്കാണ്. ചന്ദ്രനിൽ മനുഷ്യരെ എത്തിച്ചത് കൊണ്ടോ ഗവേഷണങ്ങൾ നടത്തിയത് കൊണ്ടോ പ്രത്യക്ഷത്തിൽ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. എന്നാൽ രാഷ്ട്രങ്ങൾ ഇത്തരം ചന്ദ്രദൗത്യങ്ങൾ നടത്തുന്നത് അവരുടെ മേൽക്കോയ്മ വർദ്ധിപ്പിക്കുവാനാണ്. അപ്പോളോ ദൗത്യത്തിലൂടെ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചതിനുള്ള റെക്കോർഡ് അമേരിക്ക സ്വന്തമാക്കി കഴിഞ്ഞു. അതോടെ ആ മത്സരം അവിടെ തീർന്നു. പിന്നെ നാസ അത്തരം ദൗത്യം നടത്താതിരുന്നത് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കുന്നതിന് വരുന്ന ഭീമമായ ചിലവ് പരിഗണിച്ചാണ്. കാലാവസ്ഥാ പഠനത്തിനും മറ്റുമായുള്ള ഡിവൈസുകൾ ആദ്യ ദൗത്യത്തിൽ സ്ഥാപിച്ചതുകൊണ്ട് തന്നെ മനുഷ്യനെ അടിയന്തരമായി ചന്ദ്രനിൽ ഇറക്കേണ്ട ആവശ്യവും നാസയ്ക്ക് തുടർന്ന് ഇല്ലായിരുന്നു. റോബോട്ടിക്സ് വികസിപ്പിച്ചതോടെ മനുഷ്യൻ അവിടെ ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം റോബോട്ടുകൾ മുഖേന ചെയ്യാനുമായി. 1972 ശേഷം നാസ കൂടുതൽ പ്രാധാന്യം നൽകിയത് സാറ്റലൈറ്റുകളുടെ വിക്ഷേപണത്തിനാണ്. സാറ്റലൈറ്റുകളുടെ വിക്ഷേപണത്തിനും സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനുമാണ്. ആശയവിനിമയ സംവിധാനങ്ങൾക്കും കാലാവസ്ഥാ പഠനങ്ങൾക്കുമെല്ലാം ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാസയുടെ ശ്രദ്ധ ചന്ദ്രനിൽ നിന്ന് ഒരു പരിധിവരെ അകന്നത്.